ഓപ്പറേഷൻ തൂഫാനായി കൊടുങ്കാറ്റായി കൊണ്ട് അടിക്കുകയാണ്. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് തന്നെ പറയണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേരളമൊട്ടാകെ ഒന്ന് സ്ട്രിക്റ്റായി പോലീസുകാരെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ആദ്യം ഇതുണ്ടായിരുന്നു, ഡാൻസ് ഓഫ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തോന്നുന്നു ആദ്യം ഒരു ഭരണത്തിൻ്റെ ആ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയി ലാസ്റ്റ് സമയത്ത് കുറച്ചൊന്ന് സ്ലോ പോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്ട്രോങ് ആയ നിലപാടെടുത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു പരിപാടിയും ഇല്ല, ഒരു റെക്കമെൻഡേഷനും ഇല്ല. പൊക്കു, എല്ലാത്തിനും അടവടലം പൊക്കു. ഗംഭീരമായ പരിപാടി. കഴിഞ്ഞ 4 ദിവസം, ഏകദേശം 4 ദിവസം കൊണ്ട് 1000-ഓളം അറസ്റ്റ്, 2000-ഓളം കിലോ അവിടുന്ന് ഇവിടുന്നൊക്കെ കഞ്ചാവ് പിടിച്ചിരിക്കുന്നു, എത്രയോ കിലോ മറ്റേ MDMA പിടിച്ചിരിക്കുന്നു. ഗംഭീരമായ റിസൾട്ട്, അടിപൊളി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകുമോ, നോർമലായി ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ ചോദ്യം ഉയർന്നു വരുന്ന രീതിയിലാണ് ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ ഉപയോഗം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേസുകൾ അങ്ങും ഇങ്ങും ഒക്കെ നമ്മൾ കേൾക്കുന്നു ദിനംപ്രതി. അപ്പോൾ വളരെ വളരെ വെരി ഗുഡ് ആക്ഷനാണ് ഇവർ എടുത്തിരിക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ പറയേണ്ട ഒരു മെയിൻ കാര്യം, ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഇത്രയും പാല് പോലെ ഇവിടെ ഒഴുകുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും പങ്കുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. ആ പങ്കും കൂടി പഴുതടച്ചാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് 5 ഗ്രാമും 10 ഗ്രാമും ഇങ്ങനെ പരക്കെ പിടിച്ചൊന്നും കാര്യമില്ല. ഇപ്പോൾ ഏതോ നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്തു. ഒരു നൈജീരിയക്കാരനോ അല്ലെങ്കിൽ ഒരു മെക്സിക്കോക്കാരനോ ഒന്നല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു കറക്റ്റായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ കഴിഞ്ഞ മാസം വന്നൊരു വാർത്ത ഇവിടെ ഷെയർ ചെയ്യാം. അതായത് മീഡിയ 1 വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോലീസ് ലഹരി മാഫിയ കൂട്ടുകെട്ട്, സസ്പെൻഷനായ പോലീസുകാർക്ക് ലഹരി സംഘങ്ങളുമായി നേരിട്ട് ബന്ധം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്ക്. ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും തീർന്നതല്ലല്ലോ, പരിപാടി അങ്ങനെ നടക്കുമല്ലോ. മലപ്പുറം ജില്ലയിൽ പോലീസുകാരും ലഹരി മാഫിയയും തമ്മിലുള്ള അടുത്ത ബന്ധം തുടർന്നായി പോലീസ് സേനാ മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസുകാരെ പൊക്കുമെന്ന് പറയുന്നു. നടപടി ഉണ്ടാകുന്ന സൂചന. മലപ്പുറം ജില്ലയിൽ കൂടുതൽ പോലീസുകാർ ലഹരി മാഫിയെ ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കുമെന്നും ചൈത്ര തെരേസ ജോൺ മീഡിയ 1 പറഞ്ഞു. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന 3 പോലീസുകാർക്കെതിരെയാണ് ഇതുവരെ നടപടി എടുത്തിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്നും വൻതോതിൽ MDMA പിടികൂടിയ കേസിലെ 1-ാം പ്രതിയും സസ്പെൻഷനിലായ പോലീസുകാരും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നു. മനസ്സിലായോ? ഈ വലിയൊരു തോതിൽ MDMA പിടിച്ച ആ ഒരു പ്രതിയും ഈ പോലീസുകാരും തമ്മിൽ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നതിന് കേസിന്റെ വ്യാപ്തി കുറച്ചു കാണിക്കാൻ ഇവർ ഇടപെട്ടതായും വ്യക്തമായിട്ടുണ്ട്. ഇതിപ്പോ ഒരു മലപ്പുറം ജില്ലയിലെ ചെറിയൊരു വാർത്ത മാത്രമാണ്. മനസ്സിലായില്ലേ? മലപ്പുറം ജില്ലയിലെ ചെറിയൊരു വാർത്ത മാത്രമാണ്. പോലീസ് സ്റ്റേഷനിലെ ഒരു വലിയൊരു തോതിൽ MDMA പിടിച്ചപ്പോൾ പോലീസുകാർ തന്നെ ക്വാണ്ടിറ്റി കുറച്ച് കാണിച്ചുകൊണ്ട് ആ പ്രതികൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന രീതിയിൽ ആക്കിക്കൊടുത്തു കാര്യങ്ങൾ. അതിനെന്തെങ്കിലും പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും, നല്ലൊരു പൈസയും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് പോലീസും രാഷ്ട്രീയത്തിലുള്ള ചില ആൾക്കാരും, എല്ലാവരെയും പറയുന്നില്ല, ചില പോലീസുകാരും ചില രാഷ്ട്രീയക്കാരും ഇതിൽ ഉള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും സ്മൂത്തായിട്ട്. ഇപ്പം നമ്മുടെ തോക്കുസ്വാമി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. തോക്കുസ്വാമി വന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കൊച്ചിയിലെ ഒരു ബിസിനസ്സുകാരനാണ് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ഒഴിക്കുന്നതെന്നും അയാൾക്കെതിരെ അന്വേഷണം വേണമെന്നും അയാളെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക്, ഒരു പേരിന് വേണ്ടിയെങ്കിലും പോലീസുകാർക്ക് ഒന്ന് അന്വേഷിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ വൻ ബന്ധങ്ങളുള്ള മറ്റേ MLA-മാരും മന്ത്രിമാരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആ ബിസിനസ്സുകാരനെ തൊടാൻ ഒന്ന് വറക്കും പോലീസുകാർ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടി നമ്മുടെ ചെന്നിത്തല സാർ ഇടപെടണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. അല്ലാതെ റോഡിൽ ബൈക്കിലൂടെ കൊണ്ടുപോകുന്ന ഓരോ ഗ്രാം MDMA-ക്കാരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുകവലിക്കുന്ന 1-2 ആൾക്കെതിരെ ഫൈൻ കൊടുത്തോണ്ടൊന്നും പുകവലി തീരുമില്ലല്ലോ. അത് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞ പോലത്തെ കേസ് തന്നെയാണിത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, നമ്മളെ നാട്ടിൽ എസ്പെഷ്യലി കേരളത്തിലൊന്നും പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. ഈ സാധനത്തിൻ്റെ ഒന്നും, ഈ MDMA ഒന്നും കഞ്ചാവൊന്നും കേരളത്തിൽ പ്രൊഡക്ഷനേ ഇല്ല.
ഇതൊക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ഇതിൻ്റെ സപ്ലൈ നടത്തുന്നത് മെയിനായിട്ട് ഒന്ന് നൈജീരിയൻ ഡ്രഗ് കാർട്ടിൽ, ഒന്നാമത്. രണ്ടാമത് മെക്സിക്കൻ ഡ്രഗ് കാർട്ടിലിൻ്റെ ഏറ്റവും വമ്പന്മാരായ എൽ മെഞ്ചോ. ഈ എൽ മെഞ്ചോക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അവർക്ക് ഓഫീസ് വരെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല മീഡിയകളും പല ഫ്രീലാൻസുകാരും പല സമയങ്ങളിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഡൽഹി, അതുപോലെ തന്നെ പിന്നെ നോയിഡ, അതുപോലെ തന്നെ ഗുജറാത്ത്, അതുപോലെ തന്നെ നമ്മുടെ കർണാടക, ബാംഗ്ലൂരിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഇവരുടെ പ്രൊഡക്ഷൻ കുക്കിംഗ് വരെ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിലെ പോർട്ട് മറ്റേ കടൽ മാർഗം ഈ എൽമെഞ്ചോ മെക്സിക്കൻ കാർട്ടിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ചില ടീമുകളൊക്കെ ഗുജറാത്തിൽ കൊണ്ടുവന്ന് ലോഡ് കണക്കിന് MDMA ഇറക്കുന്നുണ്ടെന്ന് ഒരു പകൽ പോലെയുള്ള സത്യമാണ്. പക്ഷെ അവരെയാണ് പിടിക്കേണ്ടത്. ആ സോസാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് എവിടുന്നാണോ വരുന്നത് അവിടെ കൊണ്ടുപോയി അടക്കണം. ബ്ലോക്ക് ഇല്ലാതെ സിമെന്റും നല്ല മിക്സ്ചർ കൂട്ടി അടക്കണം. ഒരിക്കലും അത് തുറന്നു വരാത്ത രീതിയിൽ. കാരണം ഒരു വാർത്ത കഴിഞ്ഞ ഒരു ജൂൺ 1 കഴിഞ്ഞ ആഴ്ച വന്നൊരു വാർത്തയിൽ ഗുജറാത്തിലെ അദാനി പോർട്ട് മുന്ദ്രയിൽ വൻ ലഹരി വേട്ട, 1100 കോടിയുടെ കൊക്കൈൻ പിടിച്ചെടുത്തു. ഒരു വാർത്തയാണ് ഇത്. ദർശന ടി വി ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കൊടുത്തിരിക്കുന്ന വാർത്തയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സോഴ്സ് ഇല്ലാതെ ഒന്നും ഒരു വാർത്ത കൊടുക്കില്ലല്ലോ. അവർ വ്യക്തമായിട്ട് അതിൻ്റെ വാർത്ത വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മുന്ദ്ര പോർട്ടിന് സമീപം, ആ പോർട്ടിലാണ് പിടിച്ചിരിക്കുന്നത്. സമീപം വൻ ലഹരി മരുന്ന് വേട്ട. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ATS സംയുക്തമായി നടത്തിയ പാതിരാത്രി ഓപ്പറേഷനിൽ ഏകദേശം 115 കിലോ, മനസ്സിലാക്കണം, 115 കിലോഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. ഒരു ഗ്രാമിന് എത്രയോ ലക്ഷങ്ങളുള്ള സാധനം ഇത്, മനസ്സിലാക്കണം. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് ഏകദേശം 1150 കോടി, ഞാൻ പറഞ്ഞതാണ് 1150 കോടി വിലമതിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ATS നൽകിയ കൃത്യമായ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ ഇൻസ്പെക്ടർ ബോട്ടുകൾ മുന്ദ്ര തീരത്ത് തെരച്ചിൽ നടത്തിയത്. മുന്ദ്ര പോർട്ടിന് പുറത്ത് കടലിൽ നങ്കൂരമിട്ടിരുന്ന MV യൂറോപ്പ് എന്ന ചരക്കു കപ്പലിലായിരുന്നു ലഹരിക്കടത്ത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതോടെ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ ലഹരി മരുന്നടങ്ങിയ ബാഗുകൾ കടലിലേക്ക് എറിയായിരുന്നു. അതായത് ഇതൊക്കെ ശരിക്കും അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും MLA ഏതെങ്കിലും മന്ത്രിനെയും പൊക്കും. അതുകൊണ്ട് അതിന് അന്വേഷണം അങ്ങോട്ടേക്ക് എത്തൂല. ഈ 3 വിദേശ പൗരന്മാരെയും പിടിച്ച് അവരെ ജയിലിലിട്ട് പരിപാടി ക്ലോസ്, ചാപ്റ്റർ ക്ലോസ്. ചോദിക്കട്ടെ, ഈ MV യൂറോപ്പ് എന്ന് പറഞ്ഞ കപ്പൽ, ഈ ചെറിയ കപ്പൽ, ചരക്ക് കപ്പലിന്റെ ഉടമകാർ, ആ കപ്പൽ എന്തിന് ഗുജറാത്ത് പോർട്ടിലേക്ക് വന്നു? അയാൾ ഏത് ബിസിനസ് ഗ്രൂപ്പുമായിട്ടാണ് ഇവിടെ ബിസിനസ് ചെയ്യാൻ വന്നത്? എന്ത് സാധനം കൊണ്ടുവരുന്നിട്ട് അവർ വന്നത്? എന്തിൻ്റെ പേരിലാണ് ഇവർ ഈ കൊക്കൈൻ ഇവിടെ, ബ്രൗൺ ഷുഗർ ഇവിടെ ഇറക്കിയിരിക്കുന്നത്? ആ അന്വേഷണമൊക്കെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരെയും പല വമ്പൻ സ്രാവുകളെയും പൊക്കും. അതുകൊണ്ട് നൈസായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിലൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ MV യൂറോപ്പ് എന്ന് പറഞ്ഞ ചരക്ക് കപ്പലിലായിരുന്നു ലഹരിക്കടത്ത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതോടെ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ ഈ ലഹരി മരുന്ന് കടലിലേക്ക് എറിഞ്ഞു. ഓക്കെ. അപ്പോൾ രാത്രിയുടെ കുറഞ്ഞ വെളിച്ചത്തിലും അതികഠിനമായ സാഹചര്യങ്ങളിലും കോസ്റ്റ് ഗാർഡ് സംഘം കടലിൽ നിന്ന് ഒഴുകി നടന്ന 5 വലിയ ബാഗുകൾ വിജയകരമായി പുറത്തെടുത്തു. അതായത് കടലിൻ്റെ ഒരു ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കൂരിട്ടായിരിക്കും. രാത്രിയിൽ പെട്ടെന്ന് തന്നെ പൊക്കാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നായിരിക്കില്ല. പിന്നെ ഈ 5 നമ്മൾ സാധാരണ മീനിനെ പിടിക്കുന്ന പോലെ ചെറിയ കഷ്ണം മത്തിയോ ചെറിയ കഷ്ണം കൊഞ്ചനോ ഇട്ടിട്ട് വലിയ ആക്കൂറിനെ പിടിക്കുന്ന പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ 5 ചാക്കിടെ ഇറക്കി കൊടുത്തിട്ട് 2 കപ്പൽ ചിലപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടാവും. അത് നമുക്കറിയില്ല, സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് പിടിച്ച സംഭവത്തിന് നമുക്ക് പ്രശംസിക്കാം. നമുക്കിപ്പോൾ അതേ നിർവാഹമുള്ളൂ അല്ലേ. അപ്പോൾ ഈ ബാഗ് പുറത്തെടുത്തു. ഈ ബാഗുകൾ പരിശോധിക്കുകയാണ്. ഓരോ കിലോ വീതമുള്ള 115 പാക്കറ്റ്, 1 കിലോ ഉള്ള 115, അങ്ങനെ 115 കിലോ കൊക്കൈൻ. ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ഉപയോഗിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത് കൊക്കൈൻ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓക്കെ. പിടിച്ചെടുത്ത ലഹരി മരുന്ന് ശൃംഖലയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയാണെന്ന് ഗുജറാത്ത് DGP KLN റാവു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ അന്താരാഷ്ട്ര മാഫിയാണെന്ന് അംഗീകരിച്ചല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ മെക്സിക്കൻ കാർട്ടൽ, എൽ മെഞ്ചോന്റെ കാർട്ടലാണ് ആയിരിക്കാം ചിലപ്പോൾ.
അവരുടെ ഇന്ത്യൻ ഓപ്പറേഷന് വേണ്ടി ആൾക്കാർ വേറെയും ഉണ്ടാവും, ഇന്ത്യൻ മാനേജർ ഉണ്ടാവും. സോണൽ മാനേജർ ഇല്ലാണ്ട് ബിസിനസ് മുന്നോട്ട് പോകില്ലല്ലോ. ബ്രസീലിൽ നിന്ന് കയറ്റിയ ഈ ലഹരി മരുന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മെക്സിക്കോ, അമേരിക്ക, പാകിസ്ഥാൻ, കറാച്ചി എന്നിവിടങ്ങൾ പിന്നിട്ടാണ് ഗുജറാത്ത് തീരത്തെത്തിയത്. എന്ന് ഗുജറാത്തിൽ ഇതിന് ഓർഡർ ചെയ്ത ആളില്ലാണ്ട് വെറുതെ എത്തിയത്. എടോ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മെക്സിക്കോവും അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ വേണ്ടുന്ന സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഗുജറാത്തിലേക്ക് വേണ്ടുന്ന സാധനമാണ്. ഗുജറാത്തിലേക്ക് ആരോ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഓർഡർ ചെയ്ത സാധനമാണിത്. ഈ 1100 കോടിയുടെ സാധനം ഓർഡർ ചെയ്ത ആ ഒരു മഹാൻ ആരാണ്? 1100 കോടി പേയ്മെന്റ് കൊടുക്കാതെ ഒരിക്കലും ഈ സാധനം അങ്ങ് ഇങ്ങോട്ട് പുറപ്പെടൂല. ഇതിൻ്റെയൊക്കെ സിസ്റ്റം അങ്ങനെയാണ്, പ്രീ പേയ്മെന്റ് ആണ്. അപ്പോൾ മുന്ദ്രയിൽ സമീപം വെച്ച് ഈ ചെറിയ മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് മാറ്റി ഡൽഹിയിൽ എത്തിക്കാനായിരുന്നു പദ്ധതി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വെരി ഗുഡ്. എന്തുതന്നെയായാലും നമ്മളിതിനെ വളരെ ഹാർദവമായി അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഈ ഒരു സംഭവമായി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ വന്നു കഴിഞ്ഞു. ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ പിടിച്ചിരിക്കുന്ന ഈ 1100 കോടി, ഈ പറഞ്ഞ 115 കിലോ കൊക്കൈൻ ആര് ഓർഡർ കൊടുത്തു? ഇതിന്റെ പേയ്മെന്റ് ആര് നടത്തി? ഏത് സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇതിന്റെ പേയ്മെന്റ് പോയിട്ടുള്ളത്? ഈ പിടിച്ച 3 വിദേശ പൗരന്മാരെ മാത്രം കേസിൽ പ്രതികളായിക്കൊണ്ട് ഇവർ മാത്രം കൊണ്ടുവന്ന് ഇവർ തന്നെ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ച സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസൊക്കെ ഫയലുകൾ പൂട്ടിവെച്ചാൽ മതിയോ? ഇതിൻ്റെ ഇന്ത്യയുടെ സോണൽ മാനേജർ ആര്, അല്ലെങ്കിൽ ഇത് ഓർഡർ ചെയ്തത് ആര്? ഇത് എവിടത്തേക്കുള്ള സപ്ലൈ ആണ്? ഗുജറാത്തിൽ ഇറക്കിയതിന് ശേഷം ഡൽഹിയിൽ മാത്രമാണ് ഇത് കൊണ്ടുപോകുന്നത്, ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൊത്തം ചങ്ങല ഉടക്കണമെങ്കിൽ ഹെഡ് ഇന്ത്യയിൽ ആരാണ് ഇവരെ പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ വേരിൽ കൊണ്ടുപോയി അർത്താൽ മാത്രമേ ആ മരം കടപൊഴുകി പോകൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ വളരെയധികം അഭിനന്ദിക്കുന്നു. വളരെയധികം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പോലീസും എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഒരു മരത്തിൻ്റെ ചെറിയ ചെറിയ ചില്ലകൾ വെട്ടുമ്പോൾ ആ സമയത്ത് വെളിച്ചം വരും, പക്ഷെ ആ ചില്ലകൾ വീണ്ടും വളരും. നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയാൽ ആ ചില്ലകൾ വീണ്ടും വളർന്ന ആ വൻമരമായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ആ മരം വീഴ്ത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ അടിവേര് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 100 1000 ഉള്ള വേരർത്താൽ മരം താനെ ഉണങ്ങി കടപൊഴുകി വീണോളും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു അപേക്ഷ മാത്രമാണ് ഈ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറ ഇനി അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഡ്രഗ് അല്ലെങ്കിൽ പോലും മറ്റുള്ള പല സാധനങ്ങളിലേക്കും ഇപ്പോൾ അന്വേഷണം മൊത്തം MDMA അല്ലെങ്കിൽ കൊക്കൈനെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ അറിയാൻ പറ്റിയത് സോംബി ഡ്രഗ് വരെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്ന്. സോംബി ഡ്രഗ്, ഒരു സാധനം കലക്കിയിട്ട് ഇതൊരു ഒറയിലേക്ക് ഒഴിച്ചിട്ട്, നമ്മളൊരു വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാകും, കുറേ കുട്ടികളും സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു പെയിന്റ് ഇതാക്കുന്ന തിന്നറ എന്തോ ഒരു സാധനം ഒരു ഒറയിലേക്ക് ഒഴിച്ചിട്ട് ഇത് മണപ്പിച്ചിട്ട് ഇതിങ്ങനെ ശ്വസിച്ച് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ട് ബ്രെയിനിന്റെ ഒരു കിളി പോയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ കളവന്മാർ വരെ നോർത്ത് ഇന്ത്യയിലേക്ക് ഉപയോഗിക്കുന്നത് കണ്ടു. ഈ ഒരു സാധനം സ്ഥിരമായിട്ട് ഒരു ദിവസം 5 6 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പോലും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന പറയുന്നത്. സോംബി ഡ്രഗ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിന്നിടത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു സംഭവത്തിലേക്ക് എത്തുന്ന സാധനമാണ് ഈ ഡ്രഗ് വരെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിനൊരു ഡെയിലി റൊട്ടീനാക്കി മാറണം. പോലീസ് സേന എന്ന് പറഞ്ഞാൽ വെറും കള്ളനെ പിടിക്കലോ അല്ലെങ്കിൽ ഒരു അടിയുണ്ടാത്ത തോടി വരുത്തല്ല. ഈ ഡ്രഗ് ചേസിങ് എന്നുള്ളത് ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രഗിന് വേണ്ടി വേറെ ഒരു കുട്ടികൾക്ക് പണിയില്ല എന്നല്ല പറയുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് ചെറുപ്പക്കാരായിട്ടുള്ള എന്താ പറയുക, കെൽപ്പുള്ള ശേഷിയുള്ള കുട്ടികളെ വാർത്തെടുത്തുകൊണ്ടൊരു ഡ്രഗ് യൂണിറ്റ് തന്നെ, ഡ്രഗ് ഡിസ്ട്രക്ഷൻ യൂണിറ്റ് ആക്കിക്കൊണ്ട് തന്നെ ഡാൻസ് ഓഫും ഈ തൂഫാൻ പോലെ എല്ലാ പോലീസുകാരെ തന്നെ ഓവർലോഡ് ആയിക്കൊണ്ട് എല്ലാ വർക്കും ചെയ്യിപ്പിക്കാതെ ഇതിനു വേണ്ടി മാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സേന തന്നെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും. ഇതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല, യാതൊരു സംഭവമില്ല. ഇതിൽ വളരെ 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 സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്.